ഫവാസെ UDF സർക്കാരിന്റെ കാലത്തെ രണ്ടാമത്തെ രാജി വിവാദമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവാദം എന്നുള്ളതിനെ പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ടുള്ള AG ഓഫീസിലെ സീനിയർ ഗവൺമെന്റ് പ്ലീഡർ MV വിപിൻ ആണ് ഇപ്പോൾ രാജിവെച്ചിട്ടുള്ളത്. ഈ രാജി കൃത്യമായിട്ടും മുഖ്യമന്ത്രിയുടെ കർശന നിർദ്ദേശത്തെ തുടർന്നിട്ടാണ്. അതായത് MV വിപിനെതിരെയായിട്ട് ലോയേഴ്സ് കോൺഗ്രസ് കൃത്യമായ തെളിവുകൾ സഹിതം ഉന്നയിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി കൃത്യമായിട്ടും ഇടപെട്ട് രാജിവെക്കണം എന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ MV വിപിൻ ഇപ്പൊ രാജിവെച്ചിട്ടുള്ളത്. അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് CPI സ്ഥാനാർത്ഥി രാജീവിന് വേണ്ടിയിട്ട് പ്രചരണ രംഗത്ത്, അതായത് ഗവൺമെന്റ് ലീഡറായിട്ടിരിക്കുമ്പോൾ അത്തരത്തിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ റൂൾസ് ഒക്കെ വയലേറ്റ് ചെയ്തുകൊണ്ട് പ്രചരണത്തിന് ഇറങ്ങിയ ഒരു മനുഷ്യൻ കൂടിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ ഇതിൽ നിന്ന് മാറ്റണം എന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ വയലേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ റൂൾസ് വയലേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരാൾ UDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷവും അതേ കസേരയിൽ അത്രയും പവറോട് കൂടിയിട്ട് അല്ലെങ്കിൽ സുഖത്തോടെ ഇരിക്കുമ്പോൾ അത് അത്ര നല്ല കാര്യമായിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ. എനിക്ക് തോന്നിയ മറ്റു കാര്യം എന്താ, ഇത് മാത്രമല്ല, ഇപ്പൊ CPM കാര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷം ഭരിച്ചത് CPM ആണ്. അപ്പോൾ ഏറ്റവും അടിത്തട്ട് മുതൽ മുകളിൽ ഉന്നത ഉദ്യോഗസ്ഥന്മാർ വരെ കൃത്യമായി പാർട്ടി നേതാക്കന്മാരുള്ളത്. അതിപ്പം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അടക്കം ഈ പറഞ്ഞ പോലെ ബാക്കി അധ്യാപക സംഘടനമാരെയും പല ആൾക്കാരുടെയും അതിനും തലപ്പത്ത് ഇപ്പോഴും നിൽക്കുന്നത് ഈ പറഞ്ഞ പോലെ CPM നേതാക്കന്മാരാണ്. അപ്പം അത് പൊളിച്ചെഴുതുക എന്നുള്ളത് പറഞ്ഞ 5 വർഷമല്ല 10 വർഷമാണ് ഇവർ ചെയ്തിട്ടുള്ളത്. അത് ഒരൊറ്റ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു 10 വർഷം. ഇയാളുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിൽ ഇയാളുടെ മൊത്തം ആൾക്കാരും കയറ്റി വെച്ചിട്ടുള്ളത് സത്യമാണത്. അപ്പം അത് മാറ്റി എഴുതുക എന്നുള്ളത് കോൺഗ്രസിന് വലിയൊരു കാര്യം തന്നെയാണ്. മാത്രമല്ല ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ മറ്റേ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ച് നേതാക്കന്മാരെ ജയിലിലിടുന്നു. ആ ജയിലിട്ട നേതാക്കന്മാരെ പുറത്തുപോയി ബന്ധപ്പെട്ട ഒരു ഈ പറഞ്ഞ പോലെ ഗവൺമെന്റിന്റെ പിന്നെ ഒരു അഡ്വക്കേറ്റാണ് നേരിട്ട് കോടതിയിൽ പോയി ED ആയി ആക്രമിച്ച വിഷയത്തിൽ 9 പേരെ ജയിലിലാക്കുന്നു. 9ാം പ്രതിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ കോടതിയിൽ ഹാജരായത് ഇതേ ഗവൺമെന്റിന്റെ പ്ലീഡറായിരുന്നു. അപ്പം അന്നെ ഗവൺമെന്റ് മനസ്സിലായിട്ടുണ്ട് ഇനിയും തങ്ങൾ അഴിച്ചുപണി നടത്തിയതിൽ മുഴുവനായിട്ടില്ല എന്നുള്ളതും, വേറെ ഏതൊക്കെയോ തട്ടിൽ ആദ്യം അഴിച്ചുപണി നടത്തിയത് പോലീസിൽ, ആദ്യം IAS നടത്തിയത്. IAS പല നേതാക്കന്മാരെ തട്ടിത്തെറിപ്പിക്കുന്നു, പ്രശാന്തിനെയും പോലെ നേതാക്കന്മാരെ ഉന്നത തസ്തികയിലോട്ട് കൊണ്ടുവരുന്നു. അതിനെതിരെ പലതരത്തിലുള്ള CPM SFIയുടെയും സമരങ്ങൾ നടക്കുന്നത് അത് നമ്മൾ ചർച്ച ചെയ്തതാണ് വിഷയം. അത് സംഭവം കഴിഞ്ഞതിന് ശേഷം പിന്നെ തുടങ്ങിയത് ഈ പറഞ്ഞ പോലെ പോലീസിലോട്ട് കടക്കാനുള്ള വിഷയം. ഈ പറഞ്ഞ പോലെ പല വിഷയങ്ങൾ നടന്നു. അപ്പം ആഭ്യന്തര വകുപ്പ് പറഞ്ഞില്ല, ഈ ED തള്ളിയ ബന്ധപ്പെട്ട വിഷയം ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് വന്നിരുന്നു. പക്ഷെ അത് ജില്ലാ പോലീസ് മേധാവി ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാന പോലീസ് വകുപ്പിനോ കൈമാറിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ജില്ലാ പോലീസ് മേധാവി ആരാണെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ CPMന്റെ കാലത്ത് CPMനെ പല പരിപാടിക്ക് ഒത്താശ പിടിച്ചതാണ്. അപ്പം ആദ്യം ഇവർ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ പോലെ അഡ്വക്കേറ്റിന്റെ രംഗത്ത് ഈ പറഞ്ഞ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി. പിന്നീട് മനസ്സിലാക്കി പോലീസിൽ നടക്കുന്നത് എന്നുള്ളത്. അഡ്വക്കേറ്റിനെ അപ്പോഴും അത് മാത്രമേ മാറ്റിയുള്ളൂ. അന്ന് ഈ പറഞ്ഞ പോലെ കോടതിയിൽ മണിക്കൂറുകൾക്ക് ഇടപെട്ടാണ് പെട്ടെന്ന് ഉത്തരവ് ഇറക്കിയതും അവരെ മാറ്റിയതൊക്കെ. ഇങ്ങോട്ട് വരുമ്പം ഈ പറഞ്ഞ പോലെ അത് മാത്രമല്ല എന്നുള്ളതും പലതരത്തിൽ നേതാക്കന്മാർ ഇപ്പോഴും അതിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതും. പല നേതാക്കന്മാർ ഇപ്പോൾ സൈലന്റ് ആണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഇന്ന പാർട്ടിക്കാരെ നേതാക്കന്മാരാണ് അല്ലെങ്കിൽ ഇന്ന പാർട്ടികളെ പിന്നെ അവരുടെ ഭാഗത്താണ് എന്നുള്ളത്. അപ്പം മിണ്ടാണ്ടിരിക്കുന്ന പല നേതാക്കന്മാരുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ ലോയേഴ്സ് കോൺഗ്രസിന്റെ ടീമാണ് ഇത്തരത്തിലുള്ള നേതാക്കന്മാരുടെ പേര് ഇവർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇത്തരത്തിലുള്ള പല നേതാക്കന്മാരും ഇപ്പോഴും ഇരിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം എന്നുള്ളത് എനിക്കിപ്പോ തോന്നിയിട്ടുള്ളത്. അല്ല, ഉറപ്പായിട്ടും ഈ ഒരു കാര്യം തന്നെ ഇപ്പോ CPMന്റെ പല ആളുകളെയും മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് രാഷ്ട്രീയ നീക്കമാണെന്നൊക്കെ ഇവർ പ്രസംഗിക്കുമ്പോൾ ഇവർ ഈ 10 വർഷം മുമ്പ് ചെയ്തത് എന്തായിരുന്നു എന്നുള്ളത് അവർ അധികാരത്തിൽ വന്ന ഉടനെ അവരുടേതായിട്ടുള്ള ആളുകളെ മാറ്റാണ് തിരികെ കയറ്റിയിട്ട് പകരമുള്ള ആൾക്കാരെ മാറ്റി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിൽ എപ്പോഴും ഇവർക്ക് ഇപ്പോ K മുരളീധരൻ ഈ വിഷയത്തിൽ പറഞ്ഞത് തന്നെ എനിക്ക് ഏറ്റവും റിലവന്റ് ആയിട്ട് തോന്നുന്നത്, നമ്മള് ഇത്രയും നാള് സർക്കാർ ഒരു ഭൂതത്തെ കുപ്പിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറക്കി വിട്ടിരിക്കുകയായിരുന്നു. ആ ഭൂതത്തെ ഒന്ന് തിരിച്ച് കുപ്പിയിൽ കയറ്റാൻ ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനൊന്നും സമ്മതിക്കൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് എല്ലാം അടിത്തട്ടിൽ നിന്ന് അഴിച്ചു പണി തുടങ്ങുമ്പോൾ സർക്കാരിനനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുന്ന, അവർക്ക് വിശ്വാസ്യതയുള്ള ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. നമ്മളുടെ കൂടെ നിൽക്കുന്നവരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്ത് നമ്മളുടെ അതേ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അതേ ലക്ഷ്യത്തോടു കൂടി പ്രയത്നിക്കുന്ന ഒരു കൂട്ടം ചേർന്നാൽ മാത്രമേ ഒരു കാര്യങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ കൃത്യമായിട്ടൊരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് അവർ ചെയ്യേണ്ടത്. ആ കാര്യം തന്നെയാണ് ഇവിടെ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസയോഗ്യമായിട്ടുള്ള വിശ്വസ്തരായിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള അഴിമതികളുടെ കറവീണ പലരെയും നമുക്ക് തുടച്ചു മാറ്റേണ്ടി വരും. അതിപ്പോ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഇപ്പോ KB പ്രദീപിന്റെ മാത്രം അല്ലാണ്ട് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ മാത്രമല്ലാണ്ട് വിപിന്റെ അല്ലാണ്ട് അതിന് മുന്നേ തന്നെ KB പ്രദീപ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിവാദമായിട്ടുള്ള, അത് ദേവസ്വം വകുപ്പിന്റെ പ്രത്യേക അഭിഭാഷകനായിട്ട് നിന്നിരുന്ന ആള്, അദ്ദേഹം ഈ സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന വിവാദമായിട്ടുള്ളൊരു കമ്പനിയുടെ അഭിഭാഷകനായിട്ട് ഹൈക്കോടതിയിൽ ഹാജരായതാണ്. കമ്പനിക്ക് വേണ്ടിയിട്ട്
ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് കെ വി പ്രദീപ്. ഇയാളാണ് അതായത് ഇദ്ദേഹമാണ് ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് ആദ്യം. പക്ഷെ ആ ഒരു വിഷയം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ദേവസ്വം മന്ത്രി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളിപ്പോ കെ മുരളീധരൻ അത്തരത്തില് നിയമിച്ചു എന്നുള്ള രീതിയിലാണ് വാർത്തകൾ ഏറ്റവും അധികം പുറത്തു വന്നത്. പക്ഷെ മുരളീധരൻ പറയുന്നുണ്ട് ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന അവർക്ക് അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾക്കനുസരിച്ച് കുറച്ച് കാര്യങ്ങൾ സ്വമേധയെ ചെയ്യാവുന്നതാണ്. ആ അധികാരം വെച്ചുകൊണ്ടാണ് അവര് കെ പി പ്രദീപിനെ കയറ്റിയത്. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടിയിട്ട് ഹാജരായ ആളാണെന്നൊന്നും അറിയാതെ ഇപ്പൊ ഡയറക്ട്ലി ഈ വന്നിട്ട് മന്ത്രിയല്ല നിയമിച്ചത്, ദേവസ്വം ബോർഡാണ് നിയമിച്ചത്. പക്ഷെ മാധ്യമങ്ങൾ എഴുതിയപ്പോ മന്ത്രി അത്തരത്തിലേക്ക് കുത്തിവെക്കാനാണ് ശ്രമിച്ചത്. പക്ഷെ കൃത്യമായിട്ട് മുരളീധരൻ അവിടെ വ്യക്തത വരുത്തിയിട്ടുണ്ട്. അതിനുശേഷം അവർക്ക് തിരുത്തവും കൂടി ചെയ്തു. ഇതിനുള്ള റീസൺ ചോദിച്ചു, അദ്ദേഹത്തിനെയും രാജിവെപ്പിച്ചിട്ടുണ്ട്. അപ്പോ UDF സർക്കാരിനെതിരെ എന്തൊക്കെ അറിയാൻ നോക്കിയാലും അവർ കൃത്യമായിട്ടും തിരിച്ചു കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. അവർക്ക് തെറ്റ് പറ്റി എന്നുണ്ടെങ്കിൽ തിരുത്താൻ അവർ തയ്യാറാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ അവരുടെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് അധികാരമേറ്റതിനു ശേഷം പറയുന്നതും പ്രവർത്തിക്കുന്നതും അത് തന്നെയാണ്. തെറ്റ് പറ്റിയെങ്കിൽ ആർക്കും ചൂണ്ടിക്കാണിക്കാം. ഇതിലിപ്പോ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ആദ്യം പ്രശ്നം വന്നത് പിന്നെ കുടുംബത്തിൽ നിന്ന് ആൾക്കാരെ കയറ്റി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ KPCC പ്രസിഡന്റാണ് ആദ്യം ഇത്തരത്തിൽ വലിയ തരത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. സ്വന്തം അളിയനെ തന്നെ കയറ്റി അല്ലെങ്കിൽ കുടുംബക്കാരെ കയറ്റി എന്നുള്ള പ്രശ്നം അദ്ദേഹത്തിന് യൂട്ടേൺ അടിക്കേണ്ടി വന്നു. പിന്നീട് വന്നത് ഈ പറഞ്ഞ പോലെ ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് വന്നു. പക്ഷെ അപ്പോഴും വരാത്തൊരു നേതാവ് അല്ലെങ്കിൽ വഴങ്ങാത്തൊരു നേതാവ് VD സതീശൻ മാത്രമേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ പ്രശ്നം വന്നത് VD സതീശനായിരുന്നു. കാരണം ഇലക്ഷൻ കമ്മീഷണറെ നേരിട്ടെങ്ങാണ്ട് പല ഉത്തരവിലും അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. മാത്രമല്ല പിന്നീട് BJP ചായ്വുള്ള നേതാവാണെന്ന് പറഞ്ഞ ഒരാളെ കൊണ്ടുവരുന്നു. ഇത്തരത്തിൽ അതിന്റെ സത്യാവസ്ഥ മറ്റൊരു വശമാണ്, അത് മറ്റൊരു ചർച്ച ചെയ്യേണ്ടതാണ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ബാക്കിയുള്ളവർ പലതരത്തിലും മണ്ടത്തരത്തിൽ പോയി പെടുമ്പോഴും VD സതീശൻ കൃത്യമായി പല കാര്യങ്ങളും ആരൊക്കെ നിയമിക്കുന്നു എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ പല നേതാക്കന്മാരും പിൻവലിച്ചിട്ടുണ്ട്, പല നേതാക്കന്മാരും. പക്ഷെ സതീശന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ സതീശൻ കൃത്യമായ നിലപാട് ഓരോരുത്തരും പിന്നെ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ പൊളിറ്റിക്സ് എന്നാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി നോക്കിയിട്ട് മാത്രമാണ് സതീശൻ ഈ പറഞ്ഞ പോലെ അവരെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. ഈ പറഞ്ഞ സതീശൻ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുണ്ട് ടീം UDF. അതിനുവേണ്ടി അവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടീമിനെ തന്നെയാണ് സതീശൻ എപ്പോഴും മുമ്പോട്ട് കൊണ്ടുവരുന്നത്. അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതിന്റെ ഒരു തുടക്കം തന്നെയാണ് ശരിക്കും എല്ലാത്തിനെയും വിറപ്പിച്ചുകൊണ്ട് ഇപ്പൊ ശരിക്കും ഈ ഒരു അലിഗേഷൻസ് നേരിട്ടത് CPM അല്ലെങ്കിൽ LDF ഗവൺമെന്റിലായിരുന്നു എന്നുണ്ടെങ്കിൽ നേരിട്ടിട്ടുണ്ട് അവരൊരുപാട്. പക്ഷെ അവരൊരിക്കലും തിരുത്താൻ തയ്യാറായിരുന്നില്ല. അതിനൊരു വ്യക്തത കൊടുക്കാൻ പോലും ജനങ്ങൾ എന്തിനാ ചോദ്യം ചോദിക്കാനുള്ള അവകാശം ജനങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല, അണികൾക്കും ഉണ്ടായിരുന്നില്ല. അവരോട് അറ്റ്ലീസ്റ്റ് അണികളോട് പോലും വ്യക്തത വരുത്താൻ അവർക്ക് ധാർഷ്ട്യമായിരുന്നു. പക്ഷെ ഇവിടെ UDF വ്യത്യസ്തരാകുന്നത് ഈ ഒരു വിഷയം കൊണ്ട് തന്നെയാണ്. കൃത്യമായിട്ട് നടപടി എടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് വന്ന് പറയുന്നുണ്ട് ഇത്തരത്തിലാണ് എന്ന് പറഞ്ഞ് വ്യക്തത കൊടുക്കുന്നുണ്ട്. ജനങ്ങളുമായിട്ട് ഇത്രയും അടുത്ത് നിൽക്കുന്ന ഒരു ഗവൺമെന്റ് ആണെന്നുള്ളതിൽ നമുക്ക് അഭിമാനിക്കാം. MP രാജേഷിന്റെ ഭാര്യയുടെ ആരോപണം വന്നപ്പോൾ ഇന്നേ വരെ പാർട്ടിന് തള്ളി പറയുകയോ അല്ലെങ്കിൽ ആ കൊടുത്ത നിയമനം പിൻവലിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് അതേപോലെ ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞ CPM-ൽ ഇപ്പം ഇങ്ങനെ പല ഉദാഹരണം നമുക്കുണ്ട് കയ്യിൽ. പക്ഷെ അതൊന്നും അവർ ഇന്നേ വരെ പിൻവലിച്ചില്ല. പക്ഷെ UDF-ന്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ സണ്ണി ജോസഫിന് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പിൻവലിച്ചോ സാധനം. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തത് ഈ പറഞ്ഞ പോലെ എൻ്റെ കുടുംബക്കാരനായതുകൊണ്ടോ മറ്റനുകൂലം കൊണ്ടല്ല, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, നന്നായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ അറിയാം, അതുകൊണ്ടാണ് കൊടുത്തത്. പക്ഷെ ഇനി ഇങ്ങനെ ഒരു ആരോപണം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഞാനത് മാറ്റാനും ഞാൻ ബാധ്യസ്ഥനാണ്. കാരണം പാർട്ടിക്കോ മുന്നണിക്കോ സംഘടനക്കോ ഇത്തരത്തിൽ യാതൊരുവിധ ദുരുദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നുള്ളതും അതിന് ഭാഗം അദ്ദേഹം മാറ്റം ചെയ്തു. അദ്ദേഹത്തെ സ്വന്തം കുടുംബക്കാരനെ നോക്കിയിട്ട് അദ്ദേഹം മാറ്റം ചെയ്തു, അതിന് തയ്യാറായി അദ്ദേഹം. പക്ഷെ CPM-ന്റെ കാര്യത്തിലൂടെ വരുമ്പം അങ്ങനെ ഒരു സാധനം ഇന്നേ വരെ ഉണ്ടല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് അവർക്ക് വേണ്ട ആൾക്കാരൊക്കെ കുത്തിക്കയറ്റുന്നു. അത് ഇവിടെ മാത്രമല്ല, PSC-യുടെ തന്നെ PSC-യുടെ ഇപ്പൊ തന്നെ തസ്തികയുടെ പല കാര്യങ്ങളും വന്നായിരുന്നു. CPM-ന്റെ 10 ലിസ്റ്റ് ഇട്ടു. ആ 10 ലിസ്റ്റ് വെറും 3 ആഴ്ച കൊണ്ട് റിസൾട്ട് വരുന്നു. ആ 10 ലിസ്റ്റിൽ ഏകദേശം 12ഓളം ചോദ്യങ്ങൾ നോക്കിയിട്ടില്ല. പലതരത്തിലുള്ള ആരോപണം. അത് മറ്റൊരു വിഷയമാണ്, എങ്ങനെയൊക്കെയാണ് CPM പല ഭാഗത്തും ആൾക്കാരെ കുത്തി കയറ്റുന്നത് എന്നുള്ളത്. എന്തായാലും അവർ ചെയ്തതിൽ അവർക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ഈ പറഞ്ഞ പോലെ നേതാക്കന്മാർക്ക് തീരുമാനിക്കാവുന്ന വിഷയത്തിൽ ആരെ കയറ്റണം എന്നുള്ള വിഷയത്തിൽ അതിൽ പലതരം ആരോപണങ്ങൾ മുമ്പോട്ട് വരുന്നു എന്നുള്ളത് മാത്രമേ അതിന് കാണുന്നുള്ളൂ.